നമുക്കിന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതിനിപ്പോൾ ചെമ്മീൻ ബിരിയാണി എന്ന് പറയണോ ചെമ്മീൻ ചോറ് പറയണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. എന്നാലും ഫസ്റ്റ് നമുക്ക് മാരിനേഷനിൽ തുടങ്ങാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറുനാരങ്ങ. ഇതെല്ലാം ആസ് യു റിക്വയർഡ്. ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് ഇത് നമുക്ക് ചെമ്മീനിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഈ വലിയ ചെമ്മീനുകളും ഇഷ്ടം ചെറിയ ചെമ്മീനാണ്. ബിരിയാണി റൈസിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം ചെറിയ ചെമ്മീനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കടിക്കാൻ കിട്ടും. അതിനുശേഷം ഒരു പാൻ എടുക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ റൈസിന് വേണ്ട സവോള, നട്ട്സ്, കിസ്മിസ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും വറുത്തെടുക്കാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. എന്നിട്ടത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ സവോള അതിൽ നമ്മൾ ആ പാനിൽ തന്നെ ഇട്ട് ഇതിൻ്റെ മസാല റെഡിയാക്കാം. സവോള വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. സവോള വഴറ്റാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ, അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് ശരിയാക്കാം. ഞാൻ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. 1/2 കിലോ കൈമ റൈസ് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ഉരുളി വെച്ചു. അതിൽ മസാലകളെല്ലാം നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് മസാല എല്ലാം പൊട്ടിച്ചെടുത്തത്. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തു. എന്നിട്ട് അതിലോട്ട് ഇരട്ടി വെള്ളം, 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഒന്ന് ചൂടായിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട്. നമ്മൾ ഈ അരി വറുക്കണ സമയത്ത് വേറൊരു പാനിൽ ഓൾറെഡി വെള്ളം വെക്കണേ. എന്നിട്ട് ആവശ്യമുള്ളത്ര ഉപ്പിടാം. എന്നിട്ട് അത് അടച്ചു വയ്ക്കാം. നമുക്ക് നമ്മുടെ മസാലയിലോട്ട് പോവാം. നമ്മുടെ മസാലയിൽ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കുക. അതൊന്ന് വഴറ്റുക. ആ പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിൽ പൊടികളിടാം. ഞാനിതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. എനിക്ക് ഈ മീനിൻ്റെ കറികളിടുമ്പോൾ അതിൽ ഗരം മസാല ഇടാൻ ഇഷ്ടമല്ല. എനിക്ക് ആ ഫ്ലേവർ, ആ ഫിഷിൻ്റെ ഫ്ലേവർ അങ്ങ് പോകുന്ന പോലെ തോന്നുക. അതുകൊണ്ട് ഞാൻ ഈ 2 പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ തക്കാളി കുറച്ച് അധികം ഇട്ടോ, കാരണം ചെമ്മീൻ മധുരമാണല്ലോ, അപ്പോൾ കുറച്ച് പുളി ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി. ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അതിലോട്ട് ഒഴിക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് അതൊന്ന് കുക്കായിക്കോട്ടെ. അപ്പോഴേക്കും നമ്മുടെ റൈസ് ആയോന്ന് നോക്കാം. റൈസ് ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീനായിട്ടുള്ളത് ലെയർ ചെയ്ത് കൊടുക്കാം. ഉരുളിയിലായതുകൊണ്ട് ഈസിയാണ്. ഒരു സൈഡ് മാറ്റി അപ്പുറത്തോട്ട് ഇട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇട്ട് അങ്ങനെ ലെയർ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇത് നമുക്കൊരു 3 പേർക്കുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു 1 ടൈം എന്ന് പറയാം, ഒരു നേരത്തേക്ക് ഉള്ളൊരു റെസിപ്പി ആയിട്ട് നോക്കാം. എനിക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, പിറ്റേ ദിവസത്തിനും കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതും ലെയർ ചെയ്ത് അതിൻ്റെ മുകളിൽ ബാക്കി റൈസ് ഇട്ട് എന്നിട്ട് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇട്ട് കുറച്ച് റോസിൻ്റെ എസൻസ് ഒഴിക്കരുത്, ഭയങ്കര കുത്തായിരിക്കും. റോസ് വാട്ടർ ആയിരിക്കും, ഇറ്റ്സ് മൈൽഡ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരിതാണ്. പിന്നെ റോസ് വാട്ടർ ഇഷ്ടമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ചിലർക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി. എനിവേ എവ്രി വൺ പ്ലീസ് ഗിവ് ദിസ് എ ട്രൈ.